അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഴയ്ക്ക് വേണ്ടിയുള്ള തേട്ടം. അള്ളാഹു മനുഷ്യന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് മഴ, അഥവാ കുടിക്കുവാനും കുളിക്കുവാനും വൃത്തിയാക്കാനുമൊക്കെയുള്ള ജലം. മറ്റു അനുഗ്രഹങ്ങൾക്ക് നൽകപ്പെടാത്ത പ്രാധാന്യത്തിൽ ഖുർആൻ ജലമെന്ന അനുഗ്രഹത്തെയും മഴയെയും പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളം എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം അള്ളാഹു ഇത്ര പ്രാധാന്യത്തിൽ മഴയെ എടുത്തു പറഞ്ഞത്. മഴ കുറഞ്ഞാൽ പ്രത്യേക നമസ്കാരം വരെ പഠിപ്പിച്ചതും മഴ എന്ന അനുഗ്രഹത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ലോകത്ത് 4-ൽ ഒരാൾ എന്ന നിലയിൽ ശുദ്ധജല ദൗർബല്യം അനുഭവിക്കുന്നു എന്നതാണ് UN പുറത്തുവിടുന്ന കണക്കുകൾ. ഭാവി നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധി ശുദ്ധജല കുറവായിരിക്കും എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്തു. ശുദ്ധജലം ലഭിക്കുന്ന ഏറ്റവും പ്രധാന സ്രോതസ്സായ മഴ കുറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടതാണ്. മഴ കുറഞ്ഞ സമയത്ത് ഒരുപറ്റം സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരികയും ആവലാതി പറയുകയും ചെയ്ത സമയത്താണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുവേ, കാലതാമസം കൂടാതെ സുഖപ്രദവും ആരോഗ്യപരവുമായ മഴ ഞങ്ങൾക്ക് തരണമേ. അത് ഉപകാരപ്രദവും ഉപദ്രവകരമല്ലാത്തതും ആക്കേണമേ എന്ന്. അള്ളാഹു നൽകിയ മഹത്തായ ഈ അനുഗ്രഹത്തെ മനസ്സിലാക്കി അവന് നന്ദി കാണിക്കുവാനും സൂക്ഷ്മതയോടെ ധൂർത്തടിക്കാതെ അനാവശ്യമായി ചെലവാക്കാതെ ജലം ഉപയോഗിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജലദൗർബല്യം നേരിടുന്ന സമയത്ത് ജലത്തിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.